എന്താ പ്രശ്നം? അറിഞ്ഞില്ലേ? ഇല്ല. എന്നാ വാ. കണ്ണൂരിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. KSU നടത്തിയ പ്രതിഷേധത്തിനിടെ ആരോഗ്യമന്ത്രിക്ക് പരുക്ക്, കഴുത്തിലും കൈയിലും പരിക്കേറ്റെന്നും പ്രതിഷേധക്കാർ മർദ്ദിച്ചതാണെന്നും വീണ ജോർജ്. സമ്മതിക്കില്ല, അതൊക്കെ വിടില്ല ഞാൻ. കണ്ണൂരിലെ പരിപാടി കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറാനായി ആരോഗ്യമന്ത്രി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴായിരുന്നു KSU പ്രതിഷേധം. കരിങ്കൊടി കാണിക്കാൻ എത്തിയ സമരക്കാരെ പോലീസ് ബലമായി പിടിച്ചു നീക്കുന്നതും ഇതിനിടയിൽ മന്ത്രി സമരക്കാർക്കെതിരെ ആക്രോശിക്കുന്നതും ദൃശ്യങ്ങളിലുണ്ട്. നീ ആരടാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എടപ്പാളി. മന്ത്രിയെ പ്രതിഷേധക്കാർ ആക്രമിക്കുകയായിരുന്നുവെന്ന ഒപ്പമുണ്ടായിരുന്ന സ്പീക്കർ AN ഷംസീർ. കയ്യിലും കഴുത്തിലും പരിക്കേറ്റ മന്ത്രിയെ ഉടൻ തന്നെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. പിന്നാലെ മുഖ്യമന്ത്രി അടക്കമുള്ള CPI നേതാക്കൾ ഒന്നടങ്കം ആശുപത്രിയിലെത്തി. ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം. ഒരു ജോലിയും ചെയ്യാൻ കഴിവില്ലാത്തവൻ ഒരു ദിവസം രാവിലെ ഒരു കൊടിയും പൊക്കി പിടിച്ച് തൊണ്ട കയറി അലറാൻ തുടങ്ങുന്ന നല്ല രാഷ്ട്രീയം. നിന്നെപ്പോലുള്ള യൂസ്ലെസ്സുകളാ രാഷ്ട്രീയത്തിന്റെ മാന്യത കളഞ്ഞത്. ഇതുവരെ കിട്ടിയിരിക്കുന്ന ദൃശ്യങ്ങൾ വെച്ച് ആരും അവരുടെ അടുത്തേക്ക് പോയിട്ടില്ല. 3-4 KSUക്കാരും 35 പോലീസുകാരുമാണ് ഉണ്ടായിരുന്നത്. വൃത്തികെട്ട പൊറാട്ട നാടകമാണെന്ന് മനസ്സിലാക്കാൻ പോലീസിന്റെ ഇൻട്രിഗ്യൂഷനോ വക്കീലിന്റെ സ്പെക്യുലേഷനോ വേണ്ട. 4ാം ക്ലാസും ഗുസ്തിയും അല്പ കോമൺ സെൻസും മാത്രം മതി. ഉണ്ടായ പരാതികളിൽ പ്രതിരോധത്തിലായിപ്പോയ LDFന് വീണ് കിട്ടിയ ആയുധമായി കണ്ണൂരിലെ KSU പ്രതിഷേധം. നിന്റെ അപ്പൻ വിശ്വസിച്ചു. കുറച്ചുപേരെ എല്ലാ കാലത്തും പറ്റിക്കാം, എല്ലാരെയും കുറച്ചു കാലത്തേക്കും പറ്റിക്കാം. പക്ഷേ എല്ലാരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ പറ്റില്ല.